ആളുകളിൽ ഏറെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ് ഹെയർ ഫാൾ. സാധാരണയായി 50 മുതൽ 100 മുടി വരെ ദിവസവും കൊഴിഞ്ഞു പോവാറുണ്ട്. എന്നാൽ ഇതിന് മുകളിൽ മുടി കൊഴിച്ചിലുണ്ടാവുമ്പോൾ ഇതൊരു അബ്നോർമൽ കണ്ടീഷനിലോട്ട് മാറുന്നു. സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ്, അതായത് പ്രഗ്നൻസി ടൈം, ചൈൽഡ് ബർത്ത്, മെനോപോസൽ സ്റ്റേജ്, PCOD, PCOS കണ്ടീഷൻസ്, തൈറോയ്ഡ് ഡിസോർഡേഴ്സ് തുടങ്ങിയവയിൽ ഹെയർ ഫാൾസ് കാണപ്പെടാറുണ്ട്. കുടലിൽ ഉണ്ടാവുന്ന ചീത്ത ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഫംഗൽ ഗ്രോത്ത് തുടങ്ങിയവയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണങ്ങളാണ്. വൈറ്റമിൻ ഡി, അയൺ, സിങ്ക്, ബയോട്ടിൻ, പ്രോട്ടീൻ തുടങ്ങിയവയുടെ ഡെഫിഷ്യൻസി, സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ, രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ആന്റി ഡിപ്രസന്റ് ടാബ്ലറ്റുകൾ, സ്റ്റിറോയിഡിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം, എക്സസീവ് ഹീറ്റിംഗ്, ഹെയർ കളറിംഗ്, ഹെയർ കെമിക്കൽസിന്റെ ട്രീറ്റ്മെന്റ്സ് തുടങ്ങിയവയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണങ്ങളാണ്. കൃത്യമായി ഹെയർ ഫാളിന്റെ കാരണത്തെ മനസ്സിലാക്കിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ഹെയർ ഫാൾ തടയാവുന്നതാണ്.